വെടിവെക്കുന്നു അല്ലെങ്കിൽ കുത്തുന്നു, മരിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നിട്ട് വീണ്ടും എണീറ്റ് വരുന്നു. ഇത് തന്നെ 5-10 തവണ. ഇനി അടുത്ത പടം എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടതൊക്കെ ഈ ഒരൊറ്റ പടത്തിൽ കയറ്റിയതായിരിക്കും. അല്ലാതെ തലയ്ക്കകത്ത് മൂളയുള്ള ഒരു സംവിധായകൻ ഇങ്ങനെ ഒരു മാരക വേർഷൻ വീഡിയോ ഗെയിം കണ്ടിറങ്ങുന്ന ഫീൽ എന്നേ നമ്മുടെ മലയാളികൾ ഇതിനെ വിശേഷിക്കത്തുള്ളൂ. അതായത് ഞാൻ നെഗറ്റീവ് പറഞ്ഞതൊക്കെ കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് എന്ന് കരുതിയാൽ മതി. ഹായ്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ സിനിമയുടെ റിവ്യൂ, അതായത് വാർ 2വിന്റെ റിവ്യൂ പറയാം എന്ന് വെച്ചാല് എന്താ പറയണ്ടേ, നല്ലത് പറയണോ അതോ മോശം പറയണോ, ആകെ കൺഫ്യൂഷനാണ് കേട്ടോ. കാരണം ആദ്യം കണ്ട കൂലി കൂടി ഉള്ളതുകൊണ്ട് ഒരു കമ്പാരിസൺ കൂടി മനസ്സിൽ കയറി വരുമല്ലോ. അതുകൊണ്ട് ആദ്യത്തെ പകുതി ഒരു മലയാളി പ്രേക്ഷകനായിട്ട് ഞാൻ റിവ്യൂ പറയാം. രണ്ടാമത്തെ പകുതി എന്ന് പറയുന്നത് ഹാഫ് തെലുങ്കനും ഹാഫ് ഹിന്ദിക്കാരനുമായിട്ട് വേണമെങ്കിൽ പറയാം. അതായിരിക്കും നല്ലത്. അപ്പോൾ സത്യത്തിൽ കഥ പറയാതെ രണ്ട് പ്രമുഖ താരങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത ഒരു ചിത്രം. അതായത് ഋതിക് റോഷന്റെയും ജൂനിയർ NTRന്റെയും ലുക്ക് അമ്മാതിരി സ്റ്റൈലിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ ധാരാളം വിദേശ രാജ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഞ്ചാരം സീരീസ് കണ്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ സിനിമയുടെ വിഷ്വൽ റിച്ച്നെസ് കൂട്ടുന്നുണ്ട്. ഒപ്പം കൂലിയേക്കാൾ എത്രയോ ഭേദം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതാണ് പ്രേക്ഷകരെ സത്യത്തിൽ പിടിച്ചിരുത്തുന്നത് എന്ന് പറയേണ്ടി വരും. പിന്നെ നമ്മളെല്ലാവരും കണ്ട ആ ആവൻ ജാവൻ എന്ന പാട്ട് നല്ല സിറ്റുവേഷനിൽ തന്നെ ആഡ് ചെയ്തപ്പോൾ നല്ലൊരു ഫീല് കിട്ടി. പിന്നെ നായകന്മാർ രണ്ടുപേരും കൂടിയുള്ള ഒരു ഡാൻസ് സീനും ഉണ്ട്, അതും വളരെ നന്നായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ 3 മണിക്കൂർ എന്നുള്ളത് ഒരു 2.25 മണിക്കൂർ ആക്കിയാൽ നന്നായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ചില സമയത്തൊക്കെ വെറുതെ ഫൈറ്റ് സീനുകൾ കുത്തി നിറച്ച പോലെയോ വലിച്ചു നീട്ടിയ പോലെയോ ഒക്കെ തോന്നി. ആ ഫൈറ്റ് സീനുകളാണെങ്കിൽ തെലുങ്കന്മാർക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ സ്പൈ വേൾഡ് എന്നുള്ള രീതിയിൽ ഹിന്ദിക്കാർക്കും ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ വെടിവെക്കുന്നു അല്ലെങ്കിൽ കുത്തുന്നു, മരിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നിട്ട് വീണ്ടും എണീറ്റ് വരുന്നു, ഇത് തന്നെ 5-10 തവണ രണ്ടു പേർക്കും സംഭവിക്കുന്നുണ്ട്. അതായത് NTRനും ഋതിക്കിനും. ഇത് മലയാളികൾക്ക് ഒട്ടും ദഹിക്കില്ല കേട്ടോ. ഒരു മാരക വേർഷൻ വീഡിയോ ഗെയിം കണ്ടിറങ്ങുന്ന ഫീൽ എന്നേ നമ്മുടെ മലയാളികൾ ഇതിനെ വിശേഷിപ്പിക്കത്തുള്ളൂ. അതായത് രണ്ട് ഫ്ലൈറ്റുകൾ തമ്മിലുള്ള ഫൈറ്റ്, വെള്ളത്തിൽ കിടന്നുള്ള ഫൈറ്റ്, ട്രെയിനിന് മുകളിൽ കിടന്നുള്ള ഫൈറ്റ്, ചേസിങ്, അങ്ങനെ അമാനുഷികമായിട്ടുള്ള ഒട്ടും ലോജിക്കൽ അല്ലാത്ത പ്രകടനങ്ങൾ. എനിക്ക് തോന്നുന്നത് സംവിധായകൻ അയൻ മുഖർജി പടത്തിന്റെ കഥയ്ക്ക് മുൻപ് തന്നെ മനസ്സിൽ കുറെ സീനുകൾ സ്വപ്നം കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. ആ സ്വപ്നം കണ്ട സീനുകളെല്ലാം കൂടി ഇനി അടുത്തൊരു പടം എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഈ ഒരൊറ്റ പടത്തിൽ തന്നെ കുത്തിക്കയറ്റിയതായിരിക്കാം ഈ ഒരു ലെങ്ത് കൂടാനുള്ള കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ തലയ്ക്കകത്ത് മൂളയുള്ള ഒരുത്തനും ഇങ്ങനെ വലിച്ചു നീട്ടില്ല. പിന്നെ ഏതായാലും ഋതിക്കും അതുപോലെ തന്നെ ജൂനിയർ NTRും അവരഭിനയിക്കുന്നുണ്ട്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നത് മൊത്തം ചെയ്യിപ്പിച്ച് മാക്സിമം പണിയെടുപ്പിച്ച് വിടാം എന്ന് കരുതാവാനും സാധ്യതയുണ്ട്. ഇനി കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഉള്ള ഒരു സീൻസ് ആണ്. അവർ രണ്ടുപേരും ഇന്ത്യൻ ഡിഫൻസിൽ ചേരുന്നു. ഒരാൾ പോസിറ്റീവ്, മറ്റേയാൾ നെഗറ്റീവ് ഷെയ്ഡ്. അവർ തമ്മിലുള്ള ആ മനസ്സിന്റെ ഒരു ബോണ്ടിങ്. പക്ഷെ പലപ്പോഴും ഏറ്റുമുട്ടേണ്ടി വരുന്ന അവസ്ഥ, അത് മുഖാന്തരം ഉണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ, അതാണ് പ്രമേയം എന്ന് പറയുന്നത്. അതില് ഇവർ രണ്ടുപേരും വളർന്നു വരുന്ന സാഹചര്യം, അതായത് ബാല്യം അല്ലെങ്കിൽ കൗമാരകാലം എന്നൊക്കെ നമുക്ക് പറയാം. ഇന്റർവെല്ലിന് ശേഷം പടം തുടങ്ങുന്നത് തന്നെ അത് കാണിച്ചുകൊണ്ടാണ്. അത് കുറച്ച് നേരത്തേക്ക് ഉണ്ട്. അത് സത്യത്തിൽ കലക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ആ രണ്ട് പയ്യന്മാരും അസാധ്യമായിട്ട് അഭിനയിച്ചു. അതിൽ ജൂനിയർ NTRന്റെ വേഷം ചെയ്ത പയ്യനാണെങ്കിൽ അസാധ്യ പെർഫോമൻസ് എന്ന് തന്നെ പറയാതെ വയ്യ. പിന്നെ അവസാനത്തെ കുറച്ചു നേരത്തേക്ക് ഋതിക്കിനും NTRനും ഇമോഷണൽ സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. ഇനി മൊത്തത്തിൽ പറയാനാണെങ്കിൽ നമ്മുടെ മോഹൻലാലിന്റെ കാപ്പാൻ എന്ന് പറയുന്ന സിനിമ അമാനുഷികമാക്കിയിട്ട് ഒന്നുകൂടി പൊലിപ്പിച്ച് തെലുങ്കന്മാർക്കും തമിഴന്മാർക്കും തിയേറ്റർ പൊളിക്കാൻ പാകത്തിൽ ഒരു ഐറ്റം ആക്കി മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് വാർ 2. കേരളത്തിൽ ഓടില്ല, പക്ഷെ ആന്ധ്ര, നോർത്ത് ഇന്ത്യ ഇവിടെ ഒക്കെ ഓടാൻ സാധ്യതയുള്ള ഒരു ഐറ്റം. അതായത് ഞാൻ നെഗറ്റീവ് പറഞ്ഞതൊക്കെ കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് എന്ന് കരുതിയാൽ മതി. പോസിറ്റീവ് ഒക്കെ എല്ലായിടത്തും പോസിറ്റീവ് എന്ന് കരുതിക്കോ. അപ്പോൾ ബൈ ബൈ.